എനിക്ക് ഒട്ടും വർക്കായില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണും, എനിക്ക് വർക്കായില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് ചിലപ്പോൾ ദഹിക്കണമെന്നൊന്നുമില്ല. കോമഡി സിനിമയല്ലേ അങ്ങനെ പ്രതീക്ഷ അത്രയൊക്കെ പറയാൻ ഞാൻ വലിയ ആളെന്ന് തീരെ കുറവാണ്. ഒരു 10-25 രൂപ മറ്റേ ഉണ്ടാണെന്ന് തോന്നുന്നു. 25 രൂപ തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളപ്പോൾ ഉള്ളവരൊക്കെ ആദ്യം ഒന്ന് കയറി കണ്ടിട്ട് വേണം റിവ്യൂ എടുക്കാനായിട്ട്. കൊള്ളാം നല്ല. എനിക്ക് വർക്കായില്ല. ഇത്രയും കിടിലം ഒരു കാസ്റ്റിനെ കിട്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ തോന്നി. അല്ല, ഒരു സ്ലോ ബേൺ, ഒരു ഓഫ് ബീറ്റ് പടം തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എന്ത് പോയിൻ്റാണ് ഈ പടത്തിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. ഒരു ഇമോഷനിലും പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ ചെതറി കിടക്കുവാണ് സിനിമ. അഭിനയം കൊള്ളായിരുന്നു. ഇവരൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, സുരാജ്, അലൻസിയർ, ജോജു. പക്ഷേ ഇത്രയും കിടിലം കാസ്റ്റിനെ കിട്ടിയിട്ട് അവർ പ്രോപ്പർലി ഒട്ടും യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ തോന്നി. സ്ക്രീൻ പ്ലേ ഇങ്ങനെ പല പോയിന്റിൽ ഇങ്ങനെ ചെതറി കിടക്കുവാണ്, ഒരിടത്തും ഫോക്കസ് ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി ഒരു എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവണില്ല. കോമഡി ഒന്നുമില്ല, ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു സ്ലോ ബേൺ സിനിമയാണ്. എനിക്ക് ഒട്ടും വർക്കായില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണും, എനിക്ക് വർക്കായില്ല. കുഴപ്പമില്ല, നല്ല പടം. മൂന്നുപേരും കൊള്ളാം, നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, നല്ലൊരു ഫാമിലി പടം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. സുരാജ് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. നല്ല സിനിമയായിരുന്നു. ത്രില്ലറിൻ്റെ ഇടയിൽ നല്ലൊരു സിനിമ. ഇപ്പം ഈ പോലീസ് സ്റ്റോറികളുടെയൊക്കെ ഇടയിൽ നല്ലൊരു ഫാമിലി സ്റ്റോറി. 3 പേർക്ക് ഒരേ ഈക്വലായിട്ടുള്ള ബ്രദേഴ്സ് എന്നുള്ള രീതിയിൽ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും എല്ലാം മേലെ പറമ്പിലാണ്. കോമഡി സിനിമയല്ലേ അങ്ങനെ പ്രതീക്ഷ ഇത് സീരിയസ് സിനിമ. മെസ്സേജ് ഉണ്ട്, അത്രയൊക്കെ പറയാൻ ഞാൻ വലിയ ആളെന്ന്. പടം ഒരു ഡിഫറെൻറ്റ് മൂവിയാണ്. സാധാരണ ഒരു കോമൺ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പടമല്ല. വളരെ സ്ലോ ബേൺ ആയിട്ടുള്ളൊരു പടമാണ്. മലയാളിയുടെ സദാചാര സങ്കല്പങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് ചിലപ്പോൾ ദഹിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ജോജുവിൻ്റെ ആയാലും അലൻസിയറിൻ്റെ ആയാലും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആയാലും അവരുടെ ഒരു ലൈറ്റർ വേഷനാണ്. നമ്മൾ അഭിനയിച്ച് തകർക്കുന്ന ഒരു ഗംഭീര പെർഫോമൻസോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ ലൈറ്റർ വേഷനിൽ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മുടെ ഡൊമിനിക്കിൽ മമ്മൂട്ടിയുടെ ഒരു ലൈറ്റർ വേഷനാണ്. അതുപോലെ ഇതിനകത്ത് ഇവരുടെ 3 പേരുടെ ലൈറ്റർ വേഷനാണ്. സീരിയസ് ഇഷ്യൂവിന് ശരിക്കും നടക്കുന്നൊരു കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അത് പലരും മറച്ചു വെക്കുന്നു. ആ മറച്ചു വെച്ചത് നമുക്ക് തിയേറ്ററിലിരുന്ന് കാണാം. പല കുടുംബങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നതായിരിക്കാം. അത് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ക്ഷമയോടെ കണ്ടിരിക്കുന്നവർക്ക് ഇത് കണക്ട് ആവും. നല്ല മൂവി, അത്രയേ ഉള്ളൂ. നല്ല മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നല്ല ദിവസം ഒരു സിനിമയില്ലേ, പണ്ട് പഴയ എനിക്കറിയില്ല, അത് പത്മരാജൻ്റെയോ ആരുടെയാണോ, അല്ല അതുപോലത്തെ ഒരു മൂവിയാണ്. നമുക്ക് ശരിക്കും ഒരു ക്ലാസിക്കൽ ടച്ചുള്ള സിനിമ തന്നെയാണ്. എന്താ പറയാൻ, എക്കാലവും നിൽക്കുന്ന ഒരു ക്ലാസിക് പോലത്തെ ഒരു സിനിമയാണ്. ഒരു പഴയ കാലത്ത് മറ്റേ പറഞ്ഞില്ലേ തിങ്കളാഴ്ച നല്ല ദിവസം പോലത്തെ ഇപ്പോഴത്തെ ഒരു പാർട്ടീഷൻ്റെയും എല്ലാവരും കൂടെ ഒരു കാണുന്നതും ഇതൊക്കെയാണ്. 3 പേര് നല്ല അഭിനയം. 3 പേരും എല്ലാവരും നല്ല, കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ എല്ലാവരും നല്ല അഭിനയം. ഈവൻ ഫോർ എന്താ പറയുക, യങ്ങർ ജനറേഷൻസിലുള്ളവർക്കും ഉണ്ട്. ഇങ്ങനെയൊന്നും കണ്ടാൽ പോലും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ വന്ന് കാണണം. തീരെ കുറവാണ്. ഒരു 10-25 രൂപ മറ്റേ ഉണ്ടാണെന്ന് തോന്നുന്നു. 25 രൂപ തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ബട്ട് ഗുഡ് മൂവി. ടു ബി ഫ്രാങ്ക്, നിങ്ങളപ്പോൾ ഉള്ളവരൊക്കെ ആദ്യം ഒന്ന് കയറി കണ്ടിട്ട് വേണം റിവ്യൂ എടുക്കാനായിട്ട്. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ന്യൂ ജനറേഷനും ഉണ്ട്, ഓൾഡ് ജനറേഷനും ഉണ്ട്. രണ്ടും കൂടെ 2 പേർക്കും ഉള്ളതുണ്ട്. മെസ്സേജസിൻ്റെ ഇതുണ്ട്. പക്ഷേ നല്ലൊരു മൂവിയാണ്. നല്ലൊരു മൂവി എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് മൂവി. സുരാജ്, അലൻസിയർ, ജോജു, എല്ലാവരും, ടു ബി ഫ്രാങ്ക് എല്ലാവരും നല്ല ഇതാണ് മത്സരിച്ച് അഭിനയിക്കുന്നതിൻ്റെ ഒരു. പക്ഷേ അഭിനയിക്കുന്നതെന്ന് തോന്നുന്നില്ല. വളരെ ആസ് ഓഫ് ലൈക്ക് എ ക്യാരക്ടർ ദേ ഹാവ് ഡൺ റിയലി നൈസ്. നിങ്ങൾക്ക് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. നിങ്ങൾക്ക് യു ക്യാൻ പ്രൊമോട്ട് ആസ് ഓഫ് ലൈക്ക് എ ബെസ്റ്റ് മൂവി, ടു ബി ഫ്രാങ്ക്.